മൂന്ന് കാര്യം ഒരു മനുഷ്യന് ജീവിതത്തിൽ അതിലെ അപലക്ഷണമുള്ളൂ, അപശകുനമുള്ളൂ, വേറൊന്നില്ല. ഒന്ന് ഭാര്യ. അവന്റെ ഭാര്യ ഏറ്റവും നല്ല ഒത്തു കിട്ടിയവളാണോ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നരയെത്തുന്നതിന് മുമ്പ് അവൾ നിന്നെ നരപ്പിച്ചു കളയും. നരയ്ക്കാൻ പ്രായമായിട്ടില്ല, അതിനിപ്പുറം ഇത് കാരണം നരച്ചു കളയും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, പെണ്ണാരാ ഭാര്യയുടെ നിർവചനം ചോദിച്ചപ്പോ പറഞ്ഞു, നരയെത്തുന്നതിന് മുമ്പ് നിന്നെ നരപ്പിച്ചു കളയും. രണ്ട്, വീട്. ചില വീടുകളിൽ അപലക്ഷണങ്ങളുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ഹദീസാണ്, മിഷ്കാത്തിലെ ഹദീസിൽ അങ്ങനല്ലേ. വീട്, ചില ബറക്കത്തുള്ള വീട് കിട്ടിയാൽ അള്ളാഹു നമ്മുടെ വീടിനെ ആക്കട്ടെ. മൂന്ന്, വാഹനം. ചില വണ്ടികൾ അങ്ങനെയാണ്, ഒത്തു കിട്ടിയ നല്ലതാണ്. ചില അംബാസഡറൊക്കെ എടുത്ത, പിന്നെ ചില 12-10 SC ലോറിയൊക്കെ എടുത്താൽ ചിലപ്പോ അതോടുകൂടി അവൻ തീരും. ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ബറക്കത്തുള്ളതാവണം. ഒന്ന് ഭാര്യ, രണ്ട് വീട്, മൂന്ന് വാഹനം. ഭാര്യ എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാനൊരു ഹദീസ് പറയാം, പ്രതിസന്ധികളിൽ തളരാതെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, സഹാബാ വഇന്നകും മുബ്തലീതും ബിഫിത്നത്തിൽ അർറാ. ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട് സഹാബ. ആ പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ നിങ്ങൾ അതിനെ തരണം ചെയ്തവരാ. പക്ഷേ അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും സഹാബ. അനുഗ്രഹങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും സഹാബ. പക്ഷേ അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമ്പോ, സന്തോഷമെന്ന് നിങ്ങളെ കരുതുന്നതിനെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമ്പോ അതിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല സഹാബ. മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഉഹദിലും ബദറിലും ഖന്തക്കിലും ഖൈബറിലും ഒക്കെ അല്ലാഹു നൽകിയ പരീക്ഷണങ്ങള് ചെറുത്തു തോൽപ്പിച്ചിട്ട് പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടന്ന ഞങ്ങൾക്ക് ഇനി ഒരു സന്തോഷം അല്ലാഹു നൽകിയാൽ, ആ സന്തോഷം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചാൽ അതിന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല സഹാബ. സഹാബത്ത് ചോദിച്ചു, നബിയോ, പരീക്ഷണങ്ങൾ ദുഃഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ വിഷയം കേൾക്കുന്നവരോട് ഒരിക്കൽ കൂടി ഒരു ആന്റി ക്ലോക്ക് വൈസായോ ഒരു കടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങുകയാ. ഓരോ ആണ് പെണ്ണും ഹൃദയത്തിൽ ഈ വിഷയം കേട്ടണം. നബിയേ, സന്തോഷം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സന്തോഷത്തിന്റെ പരീക്ഷണം ഏതാണ് നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണം ഏറെന്നറിയോ? ഇദാ ലബിസൻ നിസാഉ അസാബത്തൽ യമനി. നിങ്ങളുടെ ഭാര്യമാർ വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുകയും, ഇദാ ലബിസൻ നിസാഉ അസാബത്തൽ യമനി, അന്നത്തെ വിദേശ രാഷ്ട്രം യമനാണ്. ആ യമനിൽ നിന്ന് വരുന്ന വിദേശ വസ്ത്രങ്ങളെ നിങ്ങളുടെ ഭാര്യമാർ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യമാര് ആർഭാടത്തെ ഇഷ്ടപ്പെടുക, ആർഭാട പ്രിയരായിട്ട് അവര് മാറുക. അവസാനം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവര് പലതും അവള് ആവർത്തിച്ചവൾ ആവശ്യപ്പെടുമ്പോ, കുരുമുളക് കച്ചവടക്കാരനായ, അങ്ങാടിയില് കൂലിപ്പണിക്കാരനായ, അല്ലെങ്കിൽ 600 റിയാലിന് സൗദിയില് ജോലി ചെയ്യുന്ന ഭർത്താവിന് തന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വരുമ്പോ, ഇദാലം തനലിൽ മഈശതു ഇല്ലാ ബിമഅസിയത്തില്ലാ, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്താലല്ലാതെ തന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുറപ്പാകുമ്പോ, ഹറാമുകൾ ചെയ്യാൻ, ലോട്ടറി എടുക്കാനും പലിശക്ക് വാങ്ങിക്കാനും, അറബിയെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാനും ഭർത്താവ് നിർബന്ധിതനായ അവസ്ഥ വന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോട് ഒട്ടി നിൽക്കാൻ കഴിയാത്ത, നിന്റെ പ്രയാസങ്ങൾ അറിയുന്ന, നിന്റെ ദുഃഖ
ദുഃഖങ്ങൾ അറിയുന്ന, നിന്റെ കട്ടപ്പാടറിയുന്ന, എന്റെ ഭർത്താവിന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും അറിഞ്ഞ് ആ ഭർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ പറ്റുന്നൊരു ഭാര്യ എങ്ങാന് കിട്ടാതെ വന്നാൽ, നിന്റെ ഭാര്യ നിന്റെ വേദന അറിയാത്തവൾ, നിന്റെ കട്ടപ്പാടറിയാത്തവൾ, നിന്റെ പ്രയാസങ്ങൾ അറിയാത്തവൾ അവളാണെങ്കിൽ അതാണ് നിന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭർത്താവിന്റെ പ്രയാസങ്ങൾ അറിയാൻ, അവന്റെ പരിമിതികൾ അറിയാൻ, അവന്റെ കട്ടപ്പാടുകൾ അറിയാൻ, അവന്റെ ദുഃഖങ്ങൾ അറിയാൻ, അവന്റെ പരിമിതികൾ അറിയാൻ അറിയുമല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല വിളിച്ചു പത്രേ, ആയിഷ എനിക്ക് വിശക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ നോക്കുമ്പോ ഒരു കാരക്ക പോലും അടുക്കളയിലില്ല. ചരിത്രത്തിൽ കാണാം, തന്റെ ഭർത്താവ് വിശന്നിട്ട് വയറുമായി വീടിന്റെ മുമ്പിൽ വന്ന് ഭക്ഷണത്തിന്റെ കഥ പറയുമ്പോ അടുക്കളയിൽ പോയപ്പോ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെച്ചിരിക്കുകയാ. വെപ്രാളത്തിന്റെ വേവലാതിയുടെ ഇടയിൽ കമഴ്ത്തി വെച്ച പാത്രം മലത്തി നോക്കി ആയിഷ ബീവി. പെണ്ണുങ്ങൾക്കറിയാമല്ലോ, കഴുകി ഒരു പാത്രം കമഴ്ത്തിയാൽ പിന്നെ അതിന്റെ അകത്തൊന്നുമില്ല. പ്രിയപ്പെട്ട ഭർത്താവ് വിസന്നവശനായി മുമ്പിൽ വന്നപ്പോ വിഹുലതയുടെ ഇടയിൽ കമഴ്ത്തി വെച്ച പാത്രം പോലും മരത്തി നോക്കിയിട്ട് ഭക്ഷണം കൊടുക്കാനില്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണത്തിന് ആഗ്രഹത്തോടെ നിൽക്കുമ്പോ വാതിൽപ്പടിയിൽ അടക്കി പിടിച്ചൊരു തേങ്ങല് കേൾക്കാം. നോക്കുമ്പോ മുഖം കുനിച്ചിട്ട് ആയിഷ ബീവി പൊട്ടിക്കരയുകയാ. ഓടിച്ചെന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ താടയിലേക്ക് തന്റെ റിസാലത്തിന്റെ വിരലെടുത്ത് വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖം തന്റെ മുഖത്തോട്ട് തിരിച്ചു വെച്ച് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ എന്തേ കരയുന്നു ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് വിശക്കുന്നെന്ന് പറഞ്ഞു വരുമ്പോ അങ്ങേക്ക് തരാനൊരു കാരക്ക പോലും എന്റെ കയ്യിലില്ല നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുമ്പോ തന്റെ ഭാര്യയെ വെല്ലെ വെല്ലെ ആശ്വസിപ്പിച്ചിട്ട് മുത്തുനബി പറഞ്ഞു, ആയിഷ കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഞാനിന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ റളിയല്ലാഹു അൻഹാ. കടിക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാമോളെ എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഇശാക്ക് ശേഷം മുത്തുനബി ഭക്ഷണം കഴിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്ക് മുമ്പ് കഴിച്ചതാണ്, പിന്നെ കഴിച്ചിട്ടില്ല. ളുഹറിന്റെ സമയമായി. ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി പറയുകയാ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിന്റെ മൂലയിൽ ചെന്നിട്ട് ചെമ്മീൻ ചുരുണ്ട് കിടക്കുന്നത് പോലെ വിശന്നിട്ടിയ വയറിലേക്ക് തന്റെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കുരുണ്ടുകൂടി കിടക്കുകയാ. ഞാൻ വാതിൽപ്പടിയിൽ നിന്ന് നോക്കുമ്പോ ചെമ്മീൻ ചുരുണ്ടതുപോലെ കാൽമുട്ടുകൾ തന്റെ പള്ളയിലേക്ക് ചേർത്ത് വെച്ച് എന്റെ ഹബീബായ ഭർത്താവ് കിടക്കുന്നത് കണ്ടപ്പോ വാതിൽപ്പടിയിൽ നിന്ന് കുന്തു അബ്കീ റഹ്മത്തൽ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കിടപ്പ് കണ്ടിട്ട് വാതിൽപ്പടിയിൽ നിന്നിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. രാപ്പകലില്ലാതെ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എന്റെ ഭർത്താവാണ് പട്ടിണി കാരണത്താൽ ചുരുണ്ട് കിടക്കുന്നത്. വാതിൽപ്പടിയിൽ പിടിച്ചിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അപ്പോഴും ഞാൻ ഓർത്ത് എനിക്ക് ഭക്ഷണമല്ലേ കൊടുക്കാൻ കഴിയാതിരുന്നത്. പട്ടിണി കാരണത്താൽ തളർന്നു എങ്ങുന്ന എന്റെ ഭർത്താവിന്റെ ചാരത്ത് ഞാൻ നടന്നു ചെന്നു. എന്നിട്ട് ഞാൻ ഫജലസ്തു ഇൻദഹു, എന്റെ ഭർത്താവിന്റെ തൊട്ടടുത്ത് ഞാൻ പോയിരുന്നു. എന്നിട്ട് ഒട്ടിക്കിടക്കുന്ന വയറ്റിലേക്ക് ഫമസക്തു ബിയദിൽ യുംനാ, എന്റെ വലത്തെ കൈകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടിക്കിടക്കുന്ന വയറ്റിൽ ഞാൻ മെല്ലെ ഒന്ന് തലോടി. ഭക്ഷണമല്ലേ ഇല്ലാത്തത്, സ്നേഹത്തിനെന്ത് പട്ടിണിയാണുള്ളത്, സ്നേഹത്തിനെന്ത് ദാരിദ്ര്യമാണുള്ളത്. ഞാൻ എന്റെ ഭർത്താവിന്റെ വയറ്റിൽ മെല്ലെ ഒന്ന് തലോടി. പെട്ടെന്ന് എന്റെ കണ്ണുനീര് മുത്തുനബിയുടെ മുഖത്ത് വീണപ്പോ ഹബീബായ നബി തങ്ങൾ ചാടിയെഴുന്നേറ്റു. ആയിഷ എന്തേ മോളെ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ഒട്ടിയ
വയറിൽ കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് പട്ടിണിയുടെ കഥ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്ന ഭാര്യയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോളിൽ തട്ടിയിട്ട് പറഞ്ഞ ആയിഷ എന്തിനാ കരയുന്നത്? ഇന്നമാ നവദുന്യാ കറാകിബിൻ ഇസ്തവല്ല തഹത ശജറത്തിൻ തുമ്മ റാഹ വതറകഹാ. ഞാനും ഈ ദുനിയാവും ഒരു വഴിയാത്രക്കാരനെ പോലെയാ. നാളെ പോകാനുള്ളതല്ല മോളെ, നാളെ സ്വർഗത്തിന്റെ കട്ടിൽ നമുക്ക് ഇതേവരെ ഇരിക്കണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് തന്റെ ഭാര്യയെ തടികി തലോടി കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗമെന്ന് കേട്ടപ്പോൾ ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പെങ്ങളെ, പ്രിയപ്പെട്ട ഭർത്താവ് പട്ടിണി കിടക്കുമ്പോ ഭക്ഷണമില്ലെങ്കിൽ സ്നേഹത്തിന്റെ കൈവിരലുകളെ തടോലിൽ കൊടുത്തിട്ട് ഭർത്താവിനോട് ഒട്ടിച്ചേർന്ന് കിടന്ന ഭാര്യ, ഈ ദുനിയാവല്ല സ്വർഗമാണ് വലുതെന്ന് കരുതിയ ഭാര്യ, പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിധിലംഘിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരികരണീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിതയെ പോലെ പൊട്ടിക്കരഞ്ഞ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ, നിന്നെ അറിയുന്ന, നിന്റെ വിഷമങ്ങൾ അറിയുന്ന, നിന്റെ ജീവിതത്തിന്റെ താങ്ങും തടലുമാകുന്ന ഒരു ഭാര്യ നിനക്ക് കിട്ടാതിരുന്നാൽ അതും നിന്റെ ജീവിതത്തിന്റെ പരീക്ഷണമാണെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി തരട്ടെ. പ്രതീക്ഷയൊന്നുമില്ലേ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി തരട്ടെ. അതിനവരോട് കനിവുണ്ടാവണം. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, പിന്നീട് എപ്പോഴും നമുക്ക് സംസാരിക്കും. ഇതൊരു പരീക്ഷണം. നിങ്ങൾ സന്തോഷം എന്ന് കരുതുന്നത് വനബിലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, വനബിലൂകും ബിശ്ശർരി വൽ ഖൈരി, ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. വനബിലൂകും ബിശ്ശർരി വൽ ഖൈരി, ശർറ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഖൈർ എന്ന് നമ്മൾ കരുതുന്നത് എന്റെ ഭാര്യ അവള് നല്ല പരിഷ്കാരിയാണ്, അവള് വലിയ ആഡംബരത്തിൽ ജീവിക്കണവളാണ് എന്ന് 4 പേരെ മുമ്പിൽ പൊങ്ങച്ചം പറയണമെങ്കിലും അത് നിന്റെ ജീവിതത്തിന്റെ താഴ്ചകളും നിന്റെ ഉത്ഥാനപതനങ്ങൾ ഒരു കാലത്തുണ്ട്, പിന്നെ ഇല്ലാതായി. അപ്പോഴും 3 നേരം ഇല്ലെങ്കിലും 1 നേരം കഞ്ഞിയും കുടിച്ച് നമുക്ക് ജീവിക്കാമെന്ന് നിന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് പറയുന്ന ഒരു ഭാര്യ ഇല്ലെങ്കിൽ, ഭാര്യയുടെയും മക്കളുടെയും അത്യാഗ്രഹത്തിന്റെ മുമ്പിൽ കുടുംബം പോറ്റാൻ ഇദാലം തനലിൽ മഈശത്തു ഇല്ലാ ബിമഅസിയത്തില്ല, അല്ലാഹ് പറയാത്ത കാര്യങ്ങൾ, അല്ലാഹ് നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ഒരു കുടുംബനാഥൻ നിർബന്ധിതനായി തീരും. അങ്ങനെ ഹറാമായത് ചെയ്തിട്ടെങ്കിലും വീട്ടിലെ ആഡംബരങ്ങൾ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അത് നിന്റെ ജീവിതത്തിന്റെ വലിയ പരീക്ഷണമാണ്. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. ആമീൻ പറയാം. അല്ലാഹു അതിൽ നിന്ന് കാക്കട്ടെ. അല്ലാഹു എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പരീക്ഷണങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? 3 കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. പറഞ്ഞുതരട്ടെ, 3 കാര്യം. ഇൻഷാ അല്ലാഹ് അത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനമാകും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഏത് പരീക്ഷണങ്ങളും മാറാൻ അള്ളാഹുടെ കയ്യിൽ മരുന്നുണ്ട്. അതാണ് ഒരു മരുന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു മരുന്ന് ഇപ്പൊ പറഞ്ഞുതരാം, ചെയ്യുമോ? ഇപ്പൊ നിങ്ങളോട് പറയാം ഹാർട്ടിന്റെ ബ്ലോക്ക് മാറാൻ ഒരൊറ്റമൂലിയുണ്ട്, അപ്പൊ ഓടും നമ്മൾ. പണ്ട് കമ്പത്തര അക്യൂപഞ്ചർ ചികിത്സ ഇപ്പോഴുണ്ടോ? എന്തുമാത്രം ആളുകൾ അങ്ങോട്ട് പോയത്. ഇവിടെ പിടിച്ച് ഞെക്കി അതോടുകൂടി സർവ്വതും തീരും. ലേക്ഷോറിൽ പോയി 30 ലക്ഷം കൊടുത്ത് മരുന്ന് കൊടുത്താലും തീരൂല്ല. കമ്പത്ത് പോയി മഹാനവറുകൾ ഇങ്ങനെ ഞെക്കിയ തീരുമെന്നും പറഞ്ഞു ഓരോരുത്തെടുത്ത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വലിയ മണ്ടന്മാരാണ്. ഒരൊറ്റമൂലി കണ്ടാ ഓടുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. ഈ എളുപ്പത്തിൽ മീൻ പിടിക്കാന്നുള്ള നമ്മുടെ ഒരു ശൈലിയാണ്. യഥാർത്ഥത്തിൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച മഹാന്മാരാണ്. ഇന്ന് വരാരും കഷണ്ടി മാറിയിട്ടുണ്ട്. കേരളത്തിൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച് വിപ്ലവം സൃഷ്ടിച്ച ആൾ ലോകത്തിൽ 1-ാം നമ്പർ കഷണ്ടിയാണ്. അറിയില്ല, കേരളത്തിൽ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ച ആൾ, അത്രയും കഷണ്ടിയുള്ള ഒരാൾ വേറെ. ഞാനിക്ക് അലർജി വന്നിട്ട് ഭയങ്കര മൂക്കിന് ചുമ്മലും ഇങ്ങനെ വല്ലാതെ വെള്ളം പോകും. ആരോ എന്നോട് പറഞ്ഞു നല്ല അലർജിയുടെ ഒരു ഡോക്ടറാണ്. ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. ഭയങ്കര തിരക്ക് നോക്കിയിട്ട് ഞാൻ പല വഴി നോക്കി, രക്ഷയില്ല. ക്യൂവിൽ നിന്ന് എനിക്ക് മൂക്കിലൂടെ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. പ്രസംഗിക്കാൻ പോകണം കഴിയില്ല. അദ്ദേഹം നല്ല മിടുക്കനായ ഡോക്ടറാണ്.
ഒരു 2-2.5 മണിക്കൂർ നിന്ന് ക്യൂവിൽ നിന്ന് അവസാനം അപ്പോയിൻമെന്റ് ടൈമായി. ഞാൻ അകത്തോട്ട് കയറി നോക്കിയപ്പോ ഡോക്ടർ എന്നോട് പറയാം, ഇവിടെ ഒരു ടവലുണ്ട്, എന്താ കാര്യം പറയാൻ? എന്നോട് ഡോക്ടർ പറഞ്ഞു, എന്താ പറഞ്ഞ കാര്യം പറയാൻ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ഇപ്പൊ എന്താ പറയാ? അപ്പൊ എന്നോട് ഡോക്ടർ വെച്ച് എന്നാൽ എന്നോടൊരു വലിയ ഇൽമു പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ ചെന്ന ഞാൻ പറഞ്ഞ ജലദോഷം വെള്ളവും പോകുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പിടിപെടുന്ന ഒരു രോഗമാണ് ജലദോഷം. അതൊരു രോഗമല്ല, അത് ലോക ലക്ഷണമാണ്. അത് അണുക്കൾ വെളിയിലോട്ട് പറഞ്ഞ അതിന് മരുന്ന് കഴിക്കണം മക്കളും. എല്ലാത്തിനും ഒരു ഒറ്റ മരുന്ന്. ആ മരുന്ന് ഈമാൻ എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇസ്ലാമിന്റെ തത്വങ്ങളും നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റും. അതില്ലാത്തടത്തോളം കാലം നമ്മൾ പറയും അത് പറയണൊക്കെ ശരിയാണ്, എന്നാലും എന്ന് പറയുന്ന ഒരു വാക്കിന് മുസ്ലിമിന്റെ ജീവിതത്തിൽ യാതൊരുവിധ റോളും ഇല്ല. അത് ഈമാന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അറുത്ത കത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടല്ല, മൂർച്ചയില്ലാഞ്ഞിട്ട് അല്ല, പിന്നെ മുറിയുമെന്ന ഉറപ്പിൽ ഇബ്രാഹിം നബി അർത്ഥമുണ്ടാണ്. നമ്മളൊക്കെ അള്ളാഹുടെ പരീക്ഷത്ത് മുറിയൂല, അള്ളാഹ് എന്തേലും ഒരു മുജിദത്ത് കാണിക്കും എന്ന് കരുതി അർത്ഥം മുറിയും എന്ന് ഉറപ്പിച്ചിട്ട് അർത്ഥത് കൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ കത്തി ഇസ്മായിൽ നബിയുടെ കഴുത്ത് മുറിക്കാതിരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ പറയുന്ന ക്യാൻസർ ആകട്ടെ, ട്യൂമർ, ഏത് പ്രതീക്ഷകളാകട്ടെ, കടബാധ്യതയാവട്ടെ, ഇൻഷാ അല്ലാഹ് അത് ശരിയാ. അതിന് ആദ്യം നിങ്ങളുടെ മനസ്സിലൊരു ഈമാൻ ഉണ്ടാവണം. ഇല്ല ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഈമാൻ നിങ്ങൾക്ക് ഉണ്ടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഈമാൻ മനസ്സിൽ നിറക്കണം. ഇപ്പൊ ഞാനൊരു ചെറിയ മരുന്ന് പറഞ്ഞുതരാം, ഫസ്റ്റ് എയ്ഡ്. മഹാനായ റൂഹുല്ലാഹി ഈസ, ഞാനൊരു ചെറിയ ഫസ്റ്റ് എയ്ഡ് പറയാം. നിങ്ങൾ ചെയ്യുവോ? ചെയ്യുന്നുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കും നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്കി. ഇനിയിപ്പോ കൈയുണ്ട്, തെള്ളിക്ക് കൈയുണ്ട്, തെള്ളിക്ക് ഒരു കൈ കൂടുതല, 3 കൈ. അതാ കുഴപ്പം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളുമായി നടന്നു പോകുമ്പോൾ ഒരു വിറക് ചുമട് തലയിൽ വെച്ചിട്ട് അയാൾ നടന്നു പോകവേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അനുയായികളെ, ഈ മനുഷ്യൻ 3 ദിവസത്തിനുള്ളിൽ മരിച്ചിരിക്കും തീർച്ചയാണ്. 3 ദിവസത്തിനുള്ളിൽ മരിച്ചിരിക്കും തീർച്ചയാണ്. സഹായികൾ ഇത് കേട്ടു നിന്നു. 3 ദിവസം കഴിയവേ 4ാമത്തെ ദിവസം ഈ വിറക് വെട്ടിയ വടിയിൽ വെച്ച് കാണാനിടയായപ്പോ ചോദിച്ചു, റൂഹുല്ലാഹി ഈസാ നബിയെ, നിങ്ങളല്ലേ 3 ദിവസത്തിനുള്ളിൽ ഇയാൾ മരിക്കുമെന്ന് പറഞ്ഞത്? 4ാം ദിവസമായിട്ടും ഈ മനുഷ്യൻ ആയുസ്സോടെ നിലനിൽക്കുന്നു. റൂഹുല്ലാഹി ഈസാ, നിങ്ങൾ പറഞ്ഞത് തെറ്റിയതാണോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി മുത്ത് ഹബീബ് പഠിപ്പിച്ചു തരികയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ വിറക് ചുമടും തലയിൽ വെച്ചുകൊണ്ട് നടന്നു പോകുമ്പോ ആ വിറകിന്റെ ഉള്ളിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിരിക്കുന്നത് ഞാൻ കണ്ടു. ആ പാമ്പ് കൊത്തിയാൽ സാധാരണഗതിയിൽ 3 ദിവസത്തിന് കൂടുതൽ നിൽക്കാറില്ല. പക്ഷേ ആ മനുഷ്യൻ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അയാൾ വിറക് ചുമടും തലയിലേറ്റ് നടന്നു പോകവേ വൃക്ഷത്തിനിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കവേ ഭക്ഷണം ഒരു റൊട്ടി അയാളുടെ കയ്യിലുണ്ട്. അത് കഴിക്കാൻ വയറുവല്ലാതെ വിശന്നിരിക്കുമ്പോ അത് കഴിക്കാൻ ചുണ്ടോടെടുക്കവേ ഒരു അഗതിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ്, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണേ. വയറ് വിശപ്പ് കൊണ്ട് കത്തിക്കാളുമ്പോ തിന്നാൻ വായിലേക്ക് വെച്ച റൊട്ടി തന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയവന് ആ മനുഷ്യൻ സദഖ ചെയ്തു കൊടുത്തു. ആ ഒരു സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഈ പാമ്പിന്റെ കടിയേറ്റയാള് മരിക്കണമെന്ന അല്ലാഹുവിന്റെ ഖലാഇനെ അല്ലാഹു ഇല്ലാതാക്കിയെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലാഇനെ മാറ്റാൻ 2 കാര്യത്തിനെ കഴിയൂ. ഒന്ന് സദഖയാണ്, മറ്റൊന്ന് ദുആ ആണ്. സദഖ ചെയ്തോ
അള്ളാഹു നിങ്ങളെ പരീക്ഷണങ്ങളിൽ നിന്ന് അടുത്ത വർഷം നിനക്കൊരു രോഗം വരണമെന്ന് അള്ളാഹുടെ ഖലായിലുണ്ട്. അതിനു മുമ്പ് നീ ചെയ്യുന്ന സദഖ, അള്ളാഹുവോട് നീ നിർവ്യാജം ചെയ്യുന്ന ദുആ, ഇത് രണ്ടും അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പരീക്ഷണങ്ങളെ കടം മാറാനും രോഗം മാറാനും മക്കളെ ുള്ള 3 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. അള്ളാഹു നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഒരു നല്ല സദഖ ഈ സംഘാടക റിയാസിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സോട് കൂടി റിയാസിന്റെ ഓപ്പറേഷൻ നടക്കണം ഇൻഷാ അല്ലാഹ്. ഒരു ബക്കറ്റുമായി വരികയാണ്, ഒരു ബക്കറ്റല്ല, ആ വരുന്നത് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ്. ആ ബക്കറ്റിൽ അവന്റെ പ്രതീക്ഷകളാണ്, അവന്റെ സ്വപ്നങ്ങൾ. എല്ലാവരും ഒരു ചെറിയ സദഖയല്ല, ഒരു നല്ല സദഖ അതിലേക്ക് നിർവഹിക്കണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരും ഒരു 100, 200, 500 നിങ്ങളെ കൊണ്ട് കഴിയുന്നതിട്ടാൽ അതൊരു വലിയ സംഖ്യയാവും. റിയാസിന്റെ ഈ ഒരു ഓപ്പറേഷനുള്ള പൈസയാകും. അല്ലാഹുവേ ഞങ്ങളുടെ ഒരു പാവപ്പെട്ട സഹോദരന് വേണ്ടി ചെയ്യുന്ന ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദഖ ചെയ്യുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, കടബാധ്യതകളിൽ നിന്ന് കാക്കണേ റഹ്മാനേ. ഈ സദഖ ചെയ്യുന്നവരുടെ മക്കളെ നീ നല്ല മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്, ഐശ്വര്യമുള്ള മക്കളാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറെ പരീക്ഷണങ്ങൾ ഏറ്റുവരാൻ. ഇപ്പൊ ഞാൻ പരീക്ഷണം പറഞ്ഞതിന്റെ കാരണം പറഞ്ഞു. ഈ പരീക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, പരീക്ഷണം നിന്റെ ജീവിതത്തിൽ സർവ്വസാധാരണമാ. ആ പരീക്ഷണങ്ങൾ അല്ലാഹു മനുഷ്യനെ നിശ്ചയിച്ചതാണ്, അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. ഈ പരീക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൃത്യമായി ചെയ്യണേ. നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ കടങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങളും നിന്റെ പ്രതിസന്ധികളും അവസാനിക്കും. അതിലൊന്നാമത് ചെയ്യേണ്ടത് ഒന്നാമത്തേത് ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് കരുതി നിനക്ക് ക്ഷമിക്കാൻ കഴിയണേ. ഒന്നാമത് നീ ക്ഷമിക്കുക, ക്ഷമാശീലനാവുക, സഹനശക്തിയുള്ളവനാവുക. ഇതെല്ലാം എനിക്ക് എന്റെ റബ്ബ് തന്നതാ. അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത. നീ തന്നതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല. അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വൈയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളിഹി, എനിക്കൊരു നന്മ തരാൻ എന്റെ റബ്ബ് തീരുമാനിച്ചാൽ ഫലാ റാദ്ദ ലിഫളിഹി, അതിന് തടസ്സം നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. ലോകം മുഴുവന് തടസ്സം നിന്നാലും എന്റെ റബ്ബ് എനിക്കൊരു ഖൈർ തരാൻ ഉദ്ദേശിച്ചോ അതെനിക്ക് കിട്ടുക തന്നെ ചെയ്യും. വൈയുരിദുക ബിശർരിൻ, ആരെങ്കിലും അല്ലാഹു ഒരു തിന്മ ഉദ്ദേശിച്ചാൽ അതല്ലാഹു എനിക്ക് ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല എന്ന പൂർണ്ണമായ ക്ഷമയുണ്ടാവുക. മഹാനായ നബിയുല്ലാഹി അയ്യൂബ്, മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ അയ്യൂബ് നബി 80 വർഷക്കാലം സുഭിക്ഷതയിൽ താമസിച്ച, എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു വെച്ചു കൊടുത്ത, ധാരാളം സമ്പത്തുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്.
നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയ്യൂബ് നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. അയ്യൂബ് നബിക്ക് ഒരു സുപ്രഭാതത്തിലും മാരകമായ രോഗം പിടികൂടി എന്ന് പറഞ്ഞാൽ നാവും ഹൃദയവും അടിച്ച് ശരീരം മുഴുവനും പഴുത്തു പറങ്ങലിച്ച് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഒരാൾ പോലും അടുത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ മാരക രോഗമായോ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ചികിത്സിച്ച് പൈസയെല്ലാം നഷ്ടപ്പെട്ടു. മക്കളെല്ലാം ഓരോരുത്തരായി മരണപ്പെട്ടു പോയി. ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെട്ടപ്പോ ഭാര്യമാര് അയ്യൂബ് നബി ഉപേക്ഷിച്ചു പോയി. അവസാനം റഹ്മ എന്ന ഭാര്യ മാത്രം അവശേഷിക്കുകയാ. നാട്ടുകാര് പറഞ്ഞ അയ്യൂബേ, നിനക്ക് പകർച്ചവ്യാധിയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നാലും പകർച്ചവ്യാധി ഞങ്ങൾക്ക് പടരും. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണേ അയ്യൂബേ. 80 വർഷക്കാലം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നാട്ടുകാർ കാടിന്റെ നടുവിലേക്ക് ഒരോല കുടില് വെട്ടി അവിടേക്ക് താമസം മാറ്റി നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന് നടക്കാൻ കഴിയാറ്, ഒന്ന് ഇരിക്കാൻ കഴിയാറ്. അയ്യൂബ് നബി മാരക രോഗത്തിൽ പെട്ടപ്പോ ഭാര്യ ചോദിച്ചു അത്ര അയ്യൂബ് നബിയോട്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലയോ? ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റി തരില്ലയോ? സഹോദരാ സഹോദരി, അയ്യൂബ് നബി പറഞ്ഞ മറുപടി, 80 വർഷക്കാലം എന്റെ റബ്ബിനിക്ക് ആവോളം അനുഗ്രഹം ചൊരിഞ്ഞു തന്നതാ. ഇനി എന്റെ റബ്ബിനിക്കൊരു പരീക്ഷണം തരുമ്പോ ഞാൻ എന്തിനാണ് എന്റെ റബ്ബിനോട് വേവലാതി കാണിക്കുന്നത്? അവൻ എന്നെ 80 വർഷം സുഖിപ്പിച്ചവനല്ലേ? ഇനി അവൻ എന്നെ പരീക്ഷിച്ചു കൊള്ളട്ടെ. അവൻ എന്ന സുഖത്തൊരു പകരമാവില്ലല്ലോ ഇത്. അതുകൊണ്ട് എന്റെ റബ്ബിനോട് എനിക്ക് പറയേണ്ടതില്ല എന്ന് പറഞ്ഞു മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. മഹദിയായ റഹ്മാ ബീവി അടുക്കളപ്പുറത്ത് പോയി അടിമവേല ചെയ്ത് തന്റെ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. റഹ്മാ ബീവി ഒരു ദിവസം ചരിത്രത്തിന് കാണാം, സ്വന്തമായി മലമൂത്ര വിസർജനത്തിന് പോകാൻ കഴിയാത്ത അയ്യൂബ് നബി റഹ്മാ ബീവി കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി വീടിന്റെ മറുഭാഗത്തുള്ള മരുഭൂമിയുടെ ഭാഗത്ത് മലമൂത്ര വിസർജനത്തിന് ഇരുത്തി. എന്നിട്ട് റഹ്മാ എന്ന ഭാര്യ വീട്ടിലേക്ക് പോയി ജോലി ചെയ്യാറ്. മലമൂത്ര വിസർജനത്തിന് ആവശ്യം കഴിഞ്ഞ് അയ്യൂബ് നബി തുറസ് പ്രദേശത്തിരിക്കുകയാ. സ്വന്തമായിട്ടൊന്നും എഴുന്നേക്കാൻ കഴിയാറ്. റഹ്മാ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, എത്ര നേരം കണ്ടിരുന്ന ഇരിപ്പിൽ ഞാൻ ഇരിക്കുകയാണ്, എന്റെ ഭാര്യ വിളി കേൾക്കുന്നില്ല. പടച്ചവനെ അല്ലാഹുവേ, 80 വർഷം ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ കനൽപദങ്ങളിൽ വെന്തുരുകുമ്പോഴും അയ്യൂബ് നബി പൊട്ടിക്കരഞ്ഞില്ല, അള്ളാഹിനോട് പൊറുതി കാണിച്ചില്ല. പക്ഷേ ആ സമയത്ത് ഇരുന്നിരുന്ന് മടുത്തപ്പോ അയ്യൂബ് നബി ചിന്തിച്ചു പോയി, അല്ലാ, സ്വന്തമായിട്ട് എനിക്ക് എഴുന്നേറ്റ് ഒരടി നടക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മറ്റൊരാളെ പതിയിട്ടിച്ച് ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. അള്ളാഹുവേ, മറ്റൊരാൾക്ക് ഞങ്ങൾ ഭാരമാകുന്നൊരവസ്ഥ വരുന്നതിന് മുമ്പ് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ആ അവസ്ഥ വല്ലാത്ത ഭീകരമാണ്. അയ്യൂബ് നബി ചിന്തിച്ചു, അല്ലാഹുവേ, എഴുന്നേറ്റൊരടി നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ. അപ്പോഴാണ് അയ്യൂബ് നബി ദുആ ചെയ്തത്, റബ്ബി അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്കൊരു രോഗം വന്നിട്ടുണ്ട്, എനിക്കൊരു പരീക്ഷണം വന്നിട്ടുണ്ട്. വ അൻത അർഹമുർ റഹീമീൻ. നീ അടിമകളോട് കരുണയിൽ കരുണയുള്ളവനാണല്ലോ അല്ലാഹുവേ. രോഗം ശിഫയാക്കാൻ പറഞ്ഞില്ല, അലമുറയിട്ട് നിലവിളിച്ചില്ല. ദുആയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. ദുആ ചെയ്യേണ്ടത് പോലെ ചെയ്യണം. അല്ലാഹുവേ, ഒരു വിപത്ത് എനിക്ക് വന്നിട്ടുണ്ട്, അത് നിനക്കറിയാമല്ലാ. വഅൻത അർഹമുർ റഹീമീൻ. നീ കരുണയുള്ളവരിൽ കരുണയുള്ളവനാണല്ലോ അല്ലാ. ഞാൻ എന്റെ സഹോദരങ്ങളോട് പ്രതീക്ഷ കൈവിടരുത്. ചില സമയത്ത് ദുആ അല്ലാഹു സ്വീകരിക്കും. ഇത് പറയേണ്ട താമസം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, എവിടെയാണ് അയ്യൂബേ? ഇവിടെയാണ് അല്ലാ. ഉറുക്കുലു ബിരിജിലിക. നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിൽ ഒന്ന് തരിക്കയ്യൂബേ. ആ ചുറ്റുപടുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ കാലുകൊണ്ടൊന്ന് വരച്ചപ്പോൾ ജലസരിത്തുകൾ നിർഗളിച്ചു. അയ്യൂബേ, ആ അരുവിയിൽ
കാലുമുക്ക്, ആ അരുവിയിൽ കാലുമുക്ക്. ഇന്നും ഒമാനിലെ സലാലയിൽ അയ്യൂബ് നബിയുടെ കാലുമുക്കിയ കിണറെന്ന് പറയപ്പെടുന്നു. ഈ വിനീതൻ കഴിഞ്ഞ മാസം അവിടെ എത്തിയിരുന്നു. ഇന്നും ആ ജലസരത്ത് ഒമാനിലെ സലാലയിലെ വയനാട് പോലെയുള്ള ഒരു ഭൂപ്രദേശത്ത് കാണാം, ഇന്നും കാണാം. മരുഭൂമിയിൽ വെള്ളമുണ്ടായി. കാലുമുക്കയ്യൂബ്, അയ്യൂബ് നബി ചോദിച്ചു, അല്ലാഹുവേ ആദാ മുഖത്തസലുൻ ബാരിദും വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനുമുള്ള പച്ചവെള്ളമല്ലേ അല്ലാ? ഇവിടെ എന്നെ നോക്ക്. അയ്യൂബ് നബി ചോദിച്ചു, പച്ചവെള്ളം. പച്ചവെള്ളത്തിന് രണ്ട് ഗുണമേ ഉള്ളൂ, ഒന്ന് കുടിക്കാം, ഒന്ന് കുളിക്കാം. എന്റെ രോഗം മാറാൻ പച്ചവെള്ളം. ഈമാൻ വേണം. ഈമാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അയ്യൂബിനെ ചോദിച്ചു, ഹാദാ സൂറത്ത് സ്വാദ്, ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. ഹാദാ മുഖത്തസലുൻ ബാരിദുൻ വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനുമുള്ള പച്ചവെള്ളം അല്ലാഹുവേ, അതിനപ്പുറത്തേക്ക് എന്ത് ഗുണം? അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഞാനാണ് പറഞ്ഞത്, നിന്റെ കാലുമുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോ നാവ് ഹൃദയം ഒടിച്ച് ശരീരം മുഴുവനും വിറച്ചു വിറഞ്ഞു മരിച്ചു പോയ അയ്യൂബ് നബിയുടെ രോഗം ശിഫയായി. പഴയ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു വന്ന അയ്യൂബ് നബി. റഹ്മാ ബീവി വീട്ടിൽ നിന്ന് ഓടി വന്ന് ഭർത്താവ് ഇവിടെ കാണുന്നില്ല. അവിടെ ഇരുത്തിയിട്ട് പോയതാണ്. മലമൂത്ര വിസർജനത്തിനെത്തിയ സ്ഥലത്ത് പോയപ്പോ അവിടെ സുന്ദരനായ ഒരു പുരുഷൻ നിൽക്കുകയാണ്. ഓടി വന്ന റഹ്മ ചോദിച്ചു, ഇത് എന്റെ അയ്യൂബിനെ പോലെ തോന്നുന്നല്ലോ. എന്റെ ഭർത്താവ് അയ്യൂബ് നബിയെ പോലെ സുന്ദരനായ സുമുഖനായ പഴയകാല യശസ്സും മോദസ്സുമുള്ള എന്റെ അയ്യൂബ് നബിയെ പോലെ, എന്റെ പഴയ അയ്യൂബ് നബിയെ പോലെ തോന്നുന്നല്ലോ. മണ്ണൻ നിങ്ങളാരാണ്? അയ്യൂബ്, എന്റെ ഭർത്താവായ അയ്യൂബിനെ നിങ്ങൾ കണ്ടോ? ആ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റഹ്മാ അന അയ്യൂബ്, ഞാൻ നിന്റെ ഭർത്താവായ അയ്യൂബാണ്. അല്ലാഹുവിനേക്ക് സൗന്ദര്യം തിരിച്ചു തന്ന റഹ്മാ, നമ്മുടെ ക്ഷമയ്ക്ക് അല്ലാഹു പ്രതിഫലം തന്നു റഹ്മാ. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സ് ബേജാറാവരുത്. വസ്ബിർ ലിഹുക്മി റബ്ബിക, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതി ക്ഷമിക്കുക. ഇന്നാ വജദ്നാഹു സാബിറാ, അയ്യൂബന്റെ ഏറ്റവും സബറുള്ള അടിമയായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞില്ലേ? അപ്പൊ നിർത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന ഈ ആനമയിൽ ഒട്ടകത്തിന്റെ കച്ചവടം കൊള്ളാം. അണ്ടാവ് തുറന്ന് പ്രസംഗിക്കണ എനിക്ക് പച്ചോളം കേട്ടോണ്ടിരിക്കുന്ന ഒരു കട്ടൻ കാപ്പി. തുള്ളണ വെളിച്ചപ്പാടിന് എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹു അതിന്റെ നല്ല കട്ടൻ കാപ്പി അല്ലാഹു സ്വീകരിക്കട്ടെ. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, തെക്കൊന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം. വിഷയത്തിന്റെ ഗൗരവം ചോരരുത്. ഞാനിപ്പോ അങ്ങനെ തമാശ പറച്ചതൊന്നും ഇല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് എന്ത് വന്നാലും സബർ ഉണ്ടാവണം. എന്തുണ്ടാവണം? ക്ഷമ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്ഷമ നഷ്ടപ്പെട്ടാൽ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാവും. അല്ലാഹുവേ, ക്ഷമയാണ് ആദ്യം വേണ്ടത്. ഇന്നല്ലാഹു മഅസ് സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട്. അല്ലാഹ് ക്ഷമാശീലരുടെ കൂടെയാണെന്നല്ല, ക്ഷമിക്കുന്നവന്റെ കൂടെ അല്ലാഹു ഉണ്ട്. അല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണം? ക്ഷമിക്കുക, പരമാവധി ക്ഷമിക്കുക. അല്ലാഹു നാളെ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. രണ്ട് പെട്ടെന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് രണ്ടാമത്തേത് നീ എന്റെ കൺമുമ്പിലാണ്, നിന്റെ പ്രയാസങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്റെ സങ്കടങ്ങൾ എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷ ഉണ്ടാവും. എന്തുണ്ടാവുക? ശുഭപ്രതീക്ഷ. ഞാൻ റിയാസിനോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറയണം, ഒന്ന് സബർ, രണ്ട് നീ എന്തിന് ബേജാറാവണം? നിന്നെ ഞാൻ കാണുന്നില്ലേ? ആരും കണ്ടില്ലെങ്കിലും നിന്നെ ഞാൻ കാണുന്നില്ലേ? നീ എന്റെ മേൽനോട്ടത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ അവസാനം ഉണ്ടാവും. നബിയെ, ഒരാളെ എന്നും അല്ലാഹു പരീക്ഷിക്കില്ല. അല്ലാഹു ഒരാളെ എന്നും പരീക്ഷിക്കില്ല. പിന്നെ ഒരു സന്തോഷം വരും. അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കും. നമ്മുടെ മനസ്സ് നന്നാവുക. ഒരു ശുഭപ്രതീക്ഷ വേണം. അല്ലാഹു ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും. അല്ലാഹു മാറ്റിത്തരട്ടെ.